നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സിറത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സിറം എന്ന് പറയുന്ന ഒരു സംഭവം പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്കിൻ കെയർ റൂട്ടീനിൽ ഒരു സിറം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണ് നമ്മൾ പലരും. പക്ഷേ ഏത് സിറാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഏത് സിറാണ് തനിക്ക് സ്യൂട്ട് ആവുക, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിറാണ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ പല കൺഫ്യൂഷൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ പെർട്ടിക്കുലർ സിറത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊരു പെർട്ടിക്കുലർ സ്കിൻ കാറ്റഗറിക്ക് അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള സിറത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സാറ്റേൺ ബൈ GSC എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ആന്റി ഏജിനിങ് സിറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ആന്റി ഏജിനിങ് സിറത്തിൽ 1% റെറ്റിനോളും 4% വൈറ്റമിൻ സിയും ആണ് അടങ്ങിയിട്ടുള്ളത്. GHC എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് കമ്പനി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, പാരബൻ ഫ്രീ ആയിട്ടുള്ള, ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ്. യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ പാരബൻ ഫ്രീ ആയിട്ടുള്ള, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഈ പെർട്ടിക്കുലർ സിറം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സിറം കാര്യങ്ങളും സ്കിൻ കെയർ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷനും കൂടി കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള കൺസൾട്ടേഷനും റെക്കമെൻഡേഷൻസും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് സെക്ഷനിലും ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറത്തിനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം. റെറ്റിനോൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും അധികം ആന്റി ഏജിനിങ് ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആന്റി ഏജിനിങ് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്കിൻ കെയറിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെറ്റിനോൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും റിങ്കിൾസും ഫൈൻ ലൈൻസും അതേപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണും എല്ലാം തന്നെ മാറാനും ഈ ഒരു പെർട്ടിക്കുലർ സിറം നിങ്ങൾ യൂസ് ചെയ്യുന്നതോടെ, അതായത് കൺസിസ്റ്റൻ്റ് ആയി യൂസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ സി എന്ന് പറയുന്നതും ആന്റി ഏജിനിങ് ബെനിഫിറ്റോട് കൂടി തന്നെ വരുന്നതാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻസ്, ഡാർക്ക് സ്പോട്ട്സും മാറാനും കൂടി വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നൈസിനമൈഡ്. നൈസിനമൈഡ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. സൈഡിലെ സീബം പ്രൊഡക്ഷൻ, ആക്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനും കൂടി നൈസിനമൈഡ് സഹായിക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻ്റ് ആണ് അർഗിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ സ്കിന്നിൻ്റെ ആ ഒരു ഫേംനെസ്, ആ ഒരു പ്ലംപ്നെസ് കുറയും. സ്കിന്നിന് ആ ഒരു ബൗൺസിങ് ഫാക്ടർ കുറഞ്ഞു വരും. ഈ ഒരു സംഭവം തിരികെ നമ്മൾ സ്കിന്ന് ഫേം ആവാനും ആ ഒരു ബൗൺസിനെസ് നിലനിർത്താനും സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഈ അർഗിനൈൻ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതും കൂടി ഈ ഒരു പെർട്ടിക്കുലർ സിറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലൂറോണിക് ആസിഡ്. ഹൈലൂറോണിക് ആസിഡിനെ കുറിച്ച് ഒരുപാട് തവണ ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കൂടി ഒന്നുകൂടി പറയാം. സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും മോയ്സ്ചറൈസ് ചെയ്യുന്നതിനോടൊപ്പം ആ മോയ്സ്ചർ ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നിർത്താനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഹൈലൂറോണിക് ആസിഡ്. ആ ഒരു മോളിക്യൂളിനെ സ്കിന്നുള്ളിൽ ലോക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ആ മോയ്സ്ചറൈസർ ലോക്ക് ചെയ്ത് വെച്ച് സ്കിൻ നല്ല പ്ലംപായിട്ടും സ്കിൻ നന്നായിട്ട് ഫേം ആയിട്ടും വെക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഹൈലൂറോണിക് ആസിഡ്. പാക്കേജിങ്ങിലാണ് വരുന്നത്, ഒരു ഡ്രോപ്പ് റോഡ് കൂടിയിട്ടാണ് വരുന്നത്. ഡാർക്കർ കളറാണ് ബോട്ടിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും സിറത്തിന് ഡാർക്ക് കളർ ബോട്ടിൽസ് ആണ് വേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെൽഫ് ലൈഫ് കൂടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഡാർക്ക് ഷെയ്ഡിലുള്ള ബോട്ടിൽസ് ആണ് സിറം നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് ആയി പോകാനും കളർ മാറാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. പാക്കേജിംഗ് വൈസ് നോക്കുകയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വരുന്നത്. ഡ്രോപ്പ് റോഡ് കൂടിയിട്ടാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യേണ്ട രീതി കൂടി ഞാനൊന്ന് പറയാം. സ്കിന്ന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസ് നന്നായിട്ട് പാറ്ററൈ ചെയ്യുക. പാറ്ററൈ ചെയ്തതിന് ശേഷം ഈ ഡ്രോപ്പിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചീക്ക് ബോൺസിലേക്ക് പ്രോഡക്റ്റ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ജെന്റിലായിട്ടൊന്ന് പാറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡേ ടൈമിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു സൺസ്ക്രീനോട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ 2 തവണ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൈലോണിക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ആന്റി ഏജിനിങ് സിറം നമുക്ക് ഡെർമോട്ടോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ തന്നെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു സിറം കൂടിയാണിത്. ആന്റി ഏജിനിങ് സിറമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആന്റി ഏജിനിങ് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാറ്റേൺ ബൈ GHCയുടെ ഈ ഒരു പെർട്ടിക്കുലർ സിറം യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഫെയ്ഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എനി കൈൻഡ് ഓഫ് റെറ്റിനോൾ സിറം ഈ രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആന്റി ഏജിനിങ് കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടവരാണ് കൂടുതലായിട്ടും റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ റെറ്റിനോൾ സിറം, റെറ്റിനോൾ മോയ്സ്ചറൈസർ ഒക്കെ ഈ ഒരു ആന്റി ഏജിനിങ് കാറ്റഗറിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് തരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.